ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരർക്കും എൻ വാസുവിനും ഇ.ഡി. നോട്ടീസ്. മാർച്ച് ആദ്യവാരം ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിനെ, ഈ സമ്പാദ്യങ്ങളിൽ, സ്വത്തുക്കളിലൊക്കെ ഒരു വ്യക്തത തേടിയായിരിക്കും ഇ.ഡി. വിളിപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ? ഇപ്പൊ ശബരിമല ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് മുക്തരാകുന്ന ഓരോരുത്തരെയായി ഇ.ഡി. ചോദ്യം ചെയ്ത് വരികയാണല്ലോ. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരാഴ്ചക്കിടെ ചോദ്യം ചെയ്യുന്നത് 10 പേരെയാണ്. ഇതിൽ ഏറെക്കുറെ 8 പേരെ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 പേരെ മാത്രമാണ് ചോദ്യം ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെയും 2 പേര് മുരാരി ബാബു അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇ.ഡി. എൻ വാസുവിനും ഒപ്പം തന്നെ തന്ത്രിക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യവാരം നേരിട്ട് ഹാജരാകാനാണ് ആ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ അതിന് മുന്നോടിയായി തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ എല്ലാം സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക ലക്ഷ്യം. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിടികൂടുക, അതെല്ലാം കൃത്യമായി കണ്ടെത്തുക, ഇത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം. എന്തായാലും എൻ വാസുവിനും തന്ത്രിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ മനസ്സിലായിരുന്നതാണ് SIT അന്വേഷണത്തിലും തന്ത്രിയുടെയും എൻ വാസുവിന്റെയും ഇടപെടലുകൾ സംബന്ധിച്ച് അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. അതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ 2 പേർക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സേതു. ഓക്കെ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന ഓരോ പ്രതികളെയായി ഇ.ഡി. ചോദ്യം ചെയ്ത് വരികയാണ്.